ഹലോ ഡിയർ വ്യൂവേഴ്സ്, ടുഡേ ഐം ഗോണ മേക്ക് എ സൂപ്പർ ടേസ്റ്റി റെസിപ്പി യൂസിങ് എഗ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഡയറ്റ് സീരീസിൻ്റെ പാർട്ട് 4. അപ്പം എഗ്ഗ് വെച്ചിട്ടാണ് നമ്മുടെ റെസിപ്പി. അപ്പം ഞാനിന്ന് 3 എഗ്സാണ് എടുത്തിരിക്കുന്നത്. ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് ബോയിൽ ചെയ്ത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പം ഞാനിവിടെ കട്ടിംഗ് പാഡിൽ വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ടാട്ടോ അരിയുന്നത്. അതിൻ്റെ എഗ്ഗൊക്കെ വലിയ രീതിയിൽ പൊടിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ആ പാനൊന്ന് ഹീറ്റാക്കി എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ മിനിമലായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം അതിനകത്തേക്ക് നമ്മുടെ സ്പൈസസ് ഇടുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്. അപ്പോൾ ഇത് ഇത്ര ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേന് എണ്ണ ഇച്ചിരി കുറവുണ്ടെന്ന് പോലെ തോന്നി. ഡയറ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ എഗ്ഗ് ഇടുക. എഗ്ഗ് ഇട്ട് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന പോലെ അതങ്ങ് ചൂടാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്പെഷ്യൽ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ തന്നെ ദോശ, ദെൻ പുട്ട്, ഇതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് പോകും കേട്ടോ. കാണുമ്പോൾ ഒരു ബീഫ് ഫ്രൈഡേ ഒക്കെ പ്രതീതിയുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക്